നമ്മളേറെ കൊതിയോടുകൂടെ കാത്തിരുന്ന റമദാൻ എന്ന നമ്മുടെ അതിഥി നമ്മളോട് യാത്ര ചോദിക്കാനുള്ള സമയമെത്തിയിരിക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിം സഹോദര, മുസ്ലിം സഹോദരി, വളരെ ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഉണർത്താനുള്ളത്. റയ്യാൻ എന്ന സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ് ഐന സായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് നോമ്പു നോറ്റ മനുഷ്യരെവിടെ? പ്രിയമുള്ളവരെ, ആ മലക്കുകൾ വിളിച്ചു പറയുന്ന ആ പേരുകളുടെ കൂട്ടത്തിൽ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ നോമ്പു നോറ്റപ്പോൾ അതിൽ കേവലം ഒരാളായ എൻ്റെയും നിങ്ങളുടെയും പേരുകൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ പേര് റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിൻ്റെ മുന്നിൽ വിളിച്ചു പറയുന്ന സന്തോഷകരമായൊരു സാഹചര്യം നമുക്കുണ്ടാകുമോ? ആത്മാർത്ഥമായി നമ്മുടെ റമദാനിനെ സ്വീകരിക്കാൻ, നമ്മുടെ നോമ്പിനെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥനകൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. റമദാൻ നമ്മളോട് യാത്ര ചോദിക്കാൻ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, റമദാൻ കഴിഞ്ഞിട്ടും നമ്മുടെ പാപങ്ങൾ ബാക്കിയുണ്ടോ എന്ന് നമ്മളൊന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. റമദാൻ യാത്ര ചോദിക്കുകയാണ്, പക്ഷേ മാറാത്ത തീരാത്ത പാപങ്ങൾ എൻ്റെയും നിങ്ങളുടെയും രഹസ്യങ്ങളിലുണ്ടോ എന്ന് നാം ആലോചിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുവല്ലോ 3 പ്രാർത്ഥനകൾ. റഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു. റമദാൻ കഴിഞ്ഞു പോയിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ, എന്നിട്ടും തിന്മകൾ ബാക്കിയാകുന്നവൻ, അവനെ എതിരെ പ്രാർത്ഥിച്ചത് ജിബ്രീലാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, റമദാൻ കഴിയുന്നതോടുകൂടെ എൻ്റെയും നിങ്ങളുടെയും രഹസ്യങ്ങളിൽ റബ്ബിന് വെറുപ്പുള്ള, റബ്ബിന് കോപമുള്ള തിന്മകളില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം. തൗബയിലൂടെയാണ് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ കഴുകേണ്ടത്. തൗബ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പന്തല് കെട്ടിയുള്ള ആയിരങ്ങൾ സംഗമിക്കുന്ന, 10,000 സംഗമിക്കുന്ന ഏതെങ്കിലും സദസ്സുകളല്ല തൗബ എന്നുള്ളത്. തൗബ എന്നുള്ളത് ആർത്തലച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ശബ്ദപ്രകടനങ്ങളല്ല. മാഇസ് ഇബ്നു മാലിക്കിനെ നമുക്കറിയുമല്ലോ. റസൂലുള്ളാഹിയുടെ അരികിലേക്ക് ജീവിതത്തിൽ ഒരു തെറ്റു വന്നു എന്നറിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കരഞ്ഞുകൊണ്ടുവരുന്ന മാഇസാണ് തൗബ. ചോരപ്പൈതലിനെയും കയ്യിൽ പിടിച്ച് കയ്യിലൊരു ഹുബ്സും നൽകി ആ കുട്ടിയുമായി റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്ന ഹാമിദിയ പെണ്ണാണ് തൗബ. നമ്മുടെ കണ്ണിൽ നിന്ന് പാപങ്ങളെ ഓർത്തുകൊണ്ടുവരുന്ന കണ്ണുനീരാണ് തൗബ. ഹൃദയത്തിന്റെ നൊമ്പരമാണ് തൗബ. ആ തൗബ കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കാൻ, നമ്മുടെ ഹൃദയങ്ങൾ കഴുകാൻ, റമദാൻ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ച പാപങ്ങളെ കഴുകി ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കണം. വമൻ ലം യതുബ് ഫഉലൈക ഹുമുദ് ളാലിമൂൻ. എന്നിട്ടും തൗബ ചെയ്യാത്തവർ, കണ്ണു നനയാത്തവർ, ഹൃദയമൊന്നു വിതുമ്പാത്തവർ, അള്ളാഹുവിന്റെ മുന്നിൽ പാപങ്ങൾ ഇറക്കി വെക്കാത്തവർ, ഹുമുദ് ളാലിമൂൻ, അവരാണ് അക്രമികൾ. പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബ് വദൂദാണ്, റഹീമാണ്. വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. സുമ്മ തൂബൂ ഇലൈ, അവനോട് നിങ്ങൾ തൗബ ചെയ്യുക. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, റബ്ബ് വദൂദാണ്, നമ്മോട് സ്നേഹമുള്ള റബ്ബാണ്, നമ്മോട് കാരുണ്യമുള്ള റബ്ബാണ്, പാപമോചനം നൽകുന്ന റബ്ബാണ്. ആ റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഏതുവരെയാണ് നമ്മുടെ പരിശ്രമങ്ങൾ? രാത്രി സുദീർഘമായി നമസ്കരിച്ചവരില്ലേ? രാത്രി സുദീർഘമായി ഖുർആൻ പാരായണം ചെയ്തവരില്ലേ? ഇമാമിന്റെ ഖുർആൻ പാരായണം കേട്ട് കണ്ണു നനച്ചവരില്ലേ? സ്വതക്ക നൽകിയവരില്ലേ? ഏതുവരെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? വഅ്ബുദു റബ്ബക ഹത്താ
യഅതിയകൽ യഖീൻ. നമ്മൾ ഏതെങ്കിലും മാസത്തിന്റെ അടിമകളല്ല, ഏതെങ്കിലും സീസണിലുള്ള ഏതെങ്കിലും പ്രത്യേക സമയങ്ങളിലുള്ള തഖ്വയുള്ളവരല്ല. മരണം വരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മരണം വരെ നമ്മൾ പരിശ്രമത്തിലാണ്, മരണം വരെ നമ്മൾ നന്മകളിലാണ്. അൽ മുഅ്മിനു യമൂതു ബിഅറഖിൽ ജബീൻ. അങ്ങനെ മരണം വരെ പണിയെടുത്ത്, മരണം വരെ പരിശ്രമിച്ച്, നെറ്റിയിൽ പ്രവർത്തനത്തിന്റെ വിയർപ്പുതുള്ളികളുമായി നെറ്റി നനച്ചുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്രമിക്കുന്നില്ല, നമ്മൾ പ്രവർത്തനങ്ങൾ നിർത്തുന്നില്ല. ഏതുവരെ? മൗളിഉ സൗത്തിൻ ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാറിന്റെ ഇടം നേടുക എന്നുള്ളത്, ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും റബ്ബിന്റെ സ്വർഗത്തിൽ നേടുക എന്നുള്ളത് ഈ ദുനിയാവിനേക്കാൾ, ഈ ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ ഖൈറാണ്. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറിന്റെ ഇടമെങ്കിലും നേടുന്നതുവരെ, സ്വർഗം നേടിയെടുക്കുന്നതുവരെ നമ്മുടെ നന്മകൾ നമ്മൾ അവസാനിക്കുന്നില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് തൃപ്തി വരുന്നില്ല. നമ്മൾ നന്മകളിൽ മത്സരിച്ചു കൊണ്ടേയിരിക്കണം. നന്മകളിൽ ധാരാളമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അത് നേടിയെടുക്കാൻ മത്സരിക്കുക. ഖിതാമുഹു മിസ്കുൻ വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവരെ, ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുക. പ്രിയമുള്ളവരെ, റമദാൻ നമ്മളോട് വിട പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, പിണക്കങ്ങളുണ്ടോ? ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന ബന്ധങ്ങളുണ്ടോ? രാത്രി നമസ്കാരത്തിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരെ, ആ പ്രാർത്ഥനകൾ ആകാശങ്ങളിലേക്ക് ഉയരുന്നില്ല. നമ്മുടെ അമലുകൾ ആകാശങ്ങളിലേക്ക് ഉയരുന്നില്ല. ഹൃദയങ്ങൾ തമ്മിൽ പിണങ്ങി, ബന്ധങ്ങൾ തമ്മിൽ പിണങ്ങി, ഉപ്പയും മകനും സംസാരിക്കാതെ, ആദർശ സുഹൃത്തുക്കൾ സംസാരിക്കാതെ, അയൽക്കാർ തമ്മിൽ സംസാരിക്കാതെ പിണങ്ങി നിൽക്കുന്നവരെ, നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നില്ല എന്ന പേടി നമുക്കുണ്ടാകണം. നാളെ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷം മാറ്റിയിട്ടല്ലാതെ, ആ വിദ്വേഷം എടുത്തുകളഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയമൊന്ന് ശുദ്ധീകരിക്കാൻ, എല്ലാവരെയും ഒന്ന് സ്നേഹിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ, ഒന്നടുത്തിരിക്കാൻ, ഒന്ന് പരസ്പരം ചിരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ, ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അവസാനത്തെ വെള്ളത്തിൽ കർപ്പൂരം ചേർക്കും. ആ കർപ്പൂരം നമ്മുടെ ശരീരത്തിന്റെ സുഗന്ധത്തിനാണ്. തുണികളിൽ അത്തർ പുരട്ടും, സുഗന്ധം പുരട്ടും. നമ്മുടെ കഫൻ പുടവയുടെ ആ തുണിയുടെ സുഗന്ധത്തിനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ചീഞ്ഞുനാറുന്ന ദുർഗന്ധമുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ പകയും വിദ്വേഷവുമാകുന്ന അങ്ങനെയുള്ള ദുർഗന്ധങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ, നമ്മുടെ ശരീരത്തിൽ തെളിക്കുന്ന കർപ്പൂരത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ തുണിയിൽ തെളിക്കുന്ന അത്തറിനെന്ത് എന്ത് പ്രസക്തിയാണുള്ളത്? നമ്മുടെ ഹൃദയത്തിനാണ് പ്രിയമുള്ളവരെ സുഗന്ധമുണ്ടാകേണ്ടത്. സ്നേഹിക്കാൻ, പരസ്പരം അടുക്കാൻ, പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നല്ലേ നമ്മൾ ചോദിച്ചത്? അല്ലാഹുവേ പൊറുക്കണേ എന്നാണ് നമ്മൾ പറഞ്ഞത്. പൊറുക്കലിനെയാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് പൊറുക്കാൻ ഇഷ്ടമല്ല എങ്കിൽ, നമ്മളോട് വിദ്വേഷം ചെയ്തവരോട്, നമ്മളെ ഉപദ്രവിച്ചവരോട്, നമുക്ക് പ്രയാസം സൃഷ്ടിച്ചവരോട് പൊറുക്കാൻ, ക്ഷമിക്കാൻ നമ്മൾ ഒരുക്കമല്ല എങ്കിൽ റബ്ബെങ്ങനെയാണ് നമ്മളോട് പൊറുക്കുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ പൊറുക്കാനുള്ള ഒരു മനസ്സിനെ നേടിയെടുക്കാൻ ഈ റമദാൻ കഴിയുന്നതിന് മുമ്പെങ്കിലും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ത്യാഗത്തിന് നമ്മുടെ മനസ്സിനെ നമ്മൾ സന്നദ്ധമാക്കുകയായിരുന്നു. ഭക്ഷണം നമ്മൾ മാറ്റിവെച്ചു, വെള്ളം നമ്മൾ മാറ്റിവെച്ചു, നമ്മൾ ത്യാഗത്തിന് തയ്യാറായി. പ്രിയമുള്ളവരെ, ആ ത്യാഗം തുടരണം. ദീനിന്റെ പരിശ്രമങ്ങളിൽ ഇനി നമ്മുടെ ത്യാഗമുണ്ടാകണം. ഭക്ഷണം മാറ്റിവെച്ച, വെള്ളം മാറ്റിവെച്ച, വികാരങ്ങൾ മാറ്റിവെച്ച പ്രിയമുള്ള സഹോദര, എന്നോടും നിങ്ങളോടുമുള്ള റബ്ബിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളിൽ പരിശ്രമിക്കാൻ. കാരണങ്ങൾ തികഞ്ഞ്, കാരണങ്ങൾ കണ്ടെത്തി ദഅ്വാ പ്രവർത്തനങ്ങളിൽ നിന്ന്, നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നവരെ മഹാനായ നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു തആല അൻഹു അഅറജാണ്. രണ്ട് കാലും മുടന്താണ്, നടക്കാൻ കഴിയാത്ത, ഒന്നോടാൻ കഴിയാത്ത, ഒന്ന് വേഗത്തിൽ ഒന്ന് നടക്കാൻ കഴിയാത്ത നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു തആല അൻഹു
ഉഹുദിലേക്ക് വരുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് പിന്തിരിഞ്ഞോടുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നത്, റസൂലുള്ളാഹ്, ഈ മുടന്തുമായി എനിക്ക് സ്വർഗത്തിലെത്തണം. എനിക്ക് മുടന്തുണ്ട്, എനിക്ക് നടക്കാൻ കഴിയില്ല, എനിക്കൊന്നോടാൻ കഴിയില്ല. പക്ഷേ ഈ മുടന്തുമായി റബ്ബിന്റെ സ്വർഗത്തിൽ എത്തണമെന്നതാണ് അള്ളാഹുവിന്റെ റസൂലെ എന്റെ ആഗ്രഹം. ഒരു കുടി കുടിച്ച് ആ കുടിയിൽ തന്റെ മുടന്തുള്ള 2 കാലുകളും ഇറക്കി വെച്ച് കൈകളിലുള്ള ആയുധം ഒരു കയറുകൊണ്ട് കെട്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന നുഅ്മാൻ ഇബ്നു ഖൗഖൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രത്തിൽ കാണാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി റസൂലുള്ളാഹി പറഞ്ഞു, റഅയ്തു ഫിൽ ജന്ന, നുഅ്മാനെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. മുടന്തുള്ള, പരീക്ഷണമുള്ള, പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന നുഅ്മാൻ, ആ നുഅ്മാനെ ഞാൻ സ്വർഗത്തിൽ കണ്ടു. മാ ബിഹി അറജ്, ആ സ്വർഗത്തിൽ നുഅ്മാനെ മുടന്തില്ലാത്ത കാലുകളുമായി, പ്രയാസങ്ങളില്ലാത്ത കാലുകളുമായി നുഅ്മാനെ സ്വർഗത്തിൽ കാണാൻ എനിക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, ആരോഗ്യമുള്ളവരെ, നല്ല സമ്പത്തുള്ളവരെ, നല്ല കഴിവുള്ളവരെ, യുവാക്കളെ, ദീനിന്റെ പരിശ്രമങ്ങളിൽ നമ്മൾ എന്തു ചെയ്യുന്നു? റബ്ബ് നമുക്ക് വലുതാണോ? റബ്ബ് നമുക്ക് വലുതാണോ? അള്ളാഹുവിന്റെ ചോദ്യം, ഖുൽ, നബിയെ പറയുക. ആരോടാണ് പറയേണ്ടത്? എന്നോടാണ്, നിങ്ങളോടാണ്, നമ്മൾ ഓരോരുത്തരുമാണ് റബ്ബിന്റെ ചോദ്യം. ഇൻ കാന ആബാഉക്കും, അവരുടെ പിതാക്കന്മാരാണോ? വ അബ്നാഉക്കും, അവരുടെ സന്താനങ്ങളാണോ? വ ഇഖ്വാനുക്കും, അവരുടെ ഇണകളാണോ? വ അസ്വാജുക്കും, ഇഖ്വാനുക്കും സഹോദരന്മാരാണോ? അസ്വാജുക്കും, അവരുടെ ഇണകളാണോ? വ അശീറത്തുക്കും, അവരുടെ ബന്ധുക്കളാണോ? വ അംവാലും ഇക്തറഫ്തുമൂഹാ, അവർ സമ്പാദിച്ചുണ്ടാക്കിയ അവരുടെ സ്വത്തുക്കളാണോ? വ തിജാറത്തും തഖ്ശൗന കസാദഹാ, വിലയിടിയുമെന്ന് അവർ പേടിക്കുന്ന അവരുടെ കച്ചവട ചരക്കുകളാണോ? വ മസാകിനു തർലൗനഹാ, അവരുടെ വീടുകളാണോ? 8 കാരണങ്ങൾ അള്ളാഹു എണ്ണി ചോദിക്കുകയാണ്. പ്രിയമുള്ള മുസ്ലിം സഹോദര, അള്ളാഹുവിൽ നിന്ന് അകലാൻ, പ്രബോധനങ്ങളിൽ നിന്ന് മാറാൻ, ദീനീ പരിശ്രമങ്ങളിൽ നിന്ന് അകലാൻ ഈ 8 കാരണങ്ങളല്ലാതെ നമുക്ക് പറയാനില്ല. ആളുകൾക്ക് പറയാനുള്ളത്, ഉപ്പ സമ്മതിക്കുന്നില്ല, സഹോദരന്മാർ സമ്മതിക്കുന്നില്ല, കുടുംബക്കാരെതിരാണ്, ഭാര്യ എതിരാണ്, ഞാനിതാ കച്ചവടത്തിന്റെ തിരക്കിലാണ്, എന്റെ വീട് പണിയിലാണ്, എന്റെ സമ്പത്തിന്റെ വിഷയം. ഈ 8 കാരണങ്ങളല്ലാതെ നമുക്ക് പറയാനില്ല. റബ്ബിന്റെ ചോദ്യം, ഇതാണോ നിങ്ങൾക്ക് വിലപ്പെട്ടത്? അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനേക്കാൾ, നിങ്ങൾക്ക് ജീവൻ നൽകിയ, നിങ്ങൾക്ക് ആയുസ് നൽകിയ, നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ റബ്ബിനേക്കാൾ ഇതാണോ നിങ്ങൾക്ക് വിലപ്പെട്ടത്? നിങ്ങൾ റസൂലിനേക്കാൾ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളെക്കാൾ? എങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരിക്കുക മനുഷ്യരെ. റബ്ബിനേക്കാളും റസൂലിനേക്കാളും ദീനീ മാർഗത്തിലുള്ള പരിശ്രമങ്ങളെക്കാളും തന്റെ പിതാവിനെയും തന്റെ കുടുംബത്തെയും തന്റെ ഇണകളെയും തന്റെ കച്ചവടത്തെയും തന്റെ സമ്പത്തിനെയും തന്റെ പാർപ്പിടങ്ങളെയും മുന്തിക്കുന്നവരെ, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരിക്കുക. ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വന്നെത്തുന്നതുവരെ. പ്രിയമുള്ളവരെ, നമുക്ക് പറയാൻ കഴിയണം, റമളാനിൽ റബ്ബിനു വേണ്ടി വിശപ്പ് സഹിച്ചവരെ, ദാഹം സഹിച്ചവരെ, വികാരങ്ങളെ പിടിച്ചു നിർത്തിയവരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ റബ്ബാണ്, എന്റെ റസൂലാണ്, എന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.